ഹായ് ഹലോ. ഇപ്പോൾ ഏത് ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെയും അശ്വിൻ്റെയും ജീവിതം പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അശ്വിൻ ഒരുപാട് മാറി. ശ്രുതിയോട് ഒരുപാട് അലിവ് തോന്നുകയും എപ്പോഴും കീരിയും പാമ്പും പോലെയാണ് അശ്വിൻ ശ്രുതിയോട് പെരുമാറാറുണ്ടായിരുന്നത്. അതുമാത്രമല്ല വീട്ടിലുള്ള എല്ലാവരോടും അങ്ങനെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. എന്ത് കാര്യം ചോദിച്ചാലും ഒരു സന്തോഷത്തിലും പങ്കുചേരാത്ത എപ്പോഴും ദേഷ്യപ്പെട്ട് നടക്കുന്ന അശ്വിനാണ് ഇത്രയും നാളുണ്ടായിരുന്നത്. എന്നാൽ ശ്രുതി അശ്വിൻ്റെ ജീവിതത്തിലോട്ട് വന്നതോടുകൂടി അശ്വിൻ്റെ ജീവിതം തന്നെ ഒരുപാട് മാറി മറിഞ്ഞു. ഇപ്പോൾ ശ്രുതിയോട് അശ്വിന് ചെറിയൊരു പ്രണയവുമുണ്ട്. പ്രണയം മാത്രമല്ല, ശ്രുതി ഒരുപാട് സ്നേഹിക്കാനും ശ്രുതിയെ സഹായിക്കാനും ശ്രുതി അറിയാതെ തന്നെ ഒരുപാട് സഹായങ്ങൾ ശ്രുതിക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇന്നത്തെ എപ്പിസോഡ് നല്ല കഥയാണ്. അശ്വിൻ്റെ ആ ഒരു പ്രണയമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഭയങ്കര ഒരു പ്രശ്നത്തിലാണ് ശ്രുതി ചെന്ന് പെട്ടിരിക്കുന്നത്. ആ ഒരു നല്ല ദിവസം ആയതുകൊണ്ട് തന്നെ ഒരു ഗോൾഡ് കോയിനെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഒരു സിൽവർ കോയിനെങ്കിലും കിട്ടണമല്ലോ. അങ്ങനെ ആ ഒരു 20 വാഷിംഗ് സോപ്പ് വാങ്ങിച്ച് സിൽവർ കോയിന് നേടാനായിട്ട് ശ്രുതി തീരുമാനിച്ചു. അങ്ങനെ തൻ്റെ കയ്യിലുള്ള എല്ലാ പൈസകളും നുള്ളിപ്പറക്കി ചില്ലറയൊക്കെ നുള്ളിപ്പറക്കി അവസാനം കുറച്ച് പൈസ ശ്രുതി ഒപ്പിച്ചെടുത്തു. എന്നിട്ട് രാമേട്ടനെ വിളിക്കുവാണ്. രാമേട്ടാ ഒന്നിങ്ങ് വരാമോ, ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാമേട്ടനെ വിളിച്ചു. എന്നിട്ട് രാമേട്ടനോട് പറയുവാണ്, രാമേട്ടൻ ഇത് എന്തായാലും അഞ്ജലി മാഡം ഇവിടെ എല്ലാവരും പുറത്തോട്ട് പോവുമല്ലേ? അതെ, എന്താ മോളെ? അപ്പോൾ ഈ രാമേട്ടനോട് ശ്രുതി സംസാരിക്കുന്ന സമയത്താണ് അശ്വിൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ ശ്രുതിയും രാമേട്ടനും കൂടി സംസാരിക്കുന്നത് അശ്വിൻ കേട്ടു. അങ്ങനെ അവരെന്താണ് സംസാരിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ബാൽക്കണിയിൽ അവിടെ ഒളിഞ്ഞു നിന്ന് അശ്വിൻ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാമേട്ടനോട് ശ്രുതി പറയുവാണ്, ലാവണ്യ മാഡത്തിനും മനോരമ മാഡത്തിനൊക്കെ എന്തോ സ്വർണവും ഡയമണ്ടൊക്കെ എന്തൊക്കെ വാങ്ങാൻ പോകണമെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ അവർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് രാമേട്ടൻ പുറത്ത് പോയിട്ട് ഒരു 20 വാഷിംഗ് സോപ്പ് ഒന്ന് വാങ്ങാമോ? അപ്പോൾ എന്തിനാണെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, 20 വാഷിംഗ് സോപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു വെള്ളി നാണയം ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു വെള്ളി നാണയമെങ്കിലും വേണ്ടേ? ഇപ്പോൾ ഒരുപാട് സ്വർണം വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ അതെങ്കിലും എന്നെ കൊണ്ട് പറ്റണ്ടേ എന്നൊക്കെ രാമേട്ടനോട് ശ്രുതി പറയുവാണ്. എന്നാൽ രാമേട്ടൻ ചോദിച്ചു, ഈ 20 വാഷിംഗ് സോപ്പ് വാങ്ങിച്ചിട്ട് ഈ ഒരു നാണയം കിട്ടുമെന്ന് എന്താ ഉറപ്പ്? പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമാണ്. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബാർ സോപ്പ് വീട്ടിലത്തേക്ക് ഒരു 2 മാസത്തേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പൈസ നഷ്ടമായി എന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. എന്തായാലും രാമേട്ടൻ ഇതൊന്നും വാങ്ങിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ട് അകത്തോട്ട് കയറി പോവാണ്. അപ്പോൾ രാമനും ആ ഒരു പൈസയൊക്കെ വാങ്ങിച്ച് പോക്കറ്റിലിട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് അശ്വിൻ വന്നിട്ട് രാമേട്ടനോട് ചോദിക്കുന്നത്, ശ്രുതി എന്താ ചോദിച്ചേ? അപ്പോൾ ഇതേപോലെ ശ്രുതി പറഞ്ഞ കാര്യങ്ങൾ അശ്വിനോട് പറയുകയും, അങ്ങനെയാണെങ്കിൽ രാമേട്ടൻ ഒരു കാര്യം ചെയ്യുക, ആ ഒരു സോപ്പ് അവളുടെ കയ്യിൽ കൊടുക്കണ്ട, ആ ഒരു 20 സോപ്പ് വാങ്ങിച്ചിട്ട് നേരെ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നാൽ മതി എന്ന് അശ്വിൻ രാമേട്ടനോട് പറയുകയും, ഈ ഒരു കാര്യം ശ്രുതി അറിയരുത് എന്ന് പ്രത്യേകം അശ്വിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാമേട്ടൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അശ്വിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ശ്രുതിയുടെ കയ്യിൽ സോപ്പ് കിട്ടി. ശ്രുതി ആ ഒരു സോപ്പ് ധൃതിയിൽ ഇങ്ങനെ ഓരോന്നായിട്ട് പൊട്ടിച്ച് നോക്കുകയാണ്. പക്ഷെ ഒന്നിലും കോയിന് കണ്ടെത്താനായിട്ട് ശ്രുതിക്ക് സാധിച്ചില്ല. അപ്പോൾ മനോരമയും ലാവണ്യൊക്കെ കളിയാക്കുന്നുണ്ട്. മനോരമ പറയുകയാണ്, നിന്നെ പോലത്തെ ഒരു മന്ദബുദ്ധി മാത്രമേ ഇങ്ങനെ ഈ ഒരു സോപ്പ് വാങ്ങിച്ച് ഈ ഒരു സിൽവർ നാണയം കിട്ടൂ എന്ന് വിശ്വസിക്കത്തുള്ളൂ, വേറെ ആരും വിശ്വസിക്കത്തില്ല എന്നും നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ശ്രുതി ഈ ഒരു പൈസ മുടക്കി ഇത്രയും സോപ്പ് വാങ്ങാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരമയും ലാവണ്യയും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ശ്രുതിയെ നിരാശപ്പെടുത്തി സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അഞ്ജലി ആത്മവിശ്വാസം കൊടുക്കുകയാണ്. നീ പേടിക്കേണ്ട ആവശ്യമില്ല, എന്തായാലും ഇനി 2 സോപ്പ് ഉണ്ടല്ലോ, നീ അത് തുറന്നു നോക്ക്, എന്തായാലും നാണയം കാണാതിരിക്കത്തില്ല, നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതിക്ക് ആത്മവിശ്വാസം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ രാമേട്ടനും പറയുന്നുണ്ട്, മോള് പേടിക്കേണ്ട ആവശ്യമില്ല, മോക്കല്ലാതെ ആർക്കായിരിക്കും ഈ ഒരു ഭാഗ്യം കിട്ടാൻ പോകുന്നത്, മോൾക്കേ കിട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാമേട്ടനും ഒരുപാട് ഒരു ആത്മവിശ്വാസം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അശ്വിൻ ഉറപ്പാണ് ആ ഒരു പൈസ അതിനകത്ത് കാണുമെന്ന്. അപ്പോൾ അശ്വിൻ ഇങ്ങനെ സന്തോഷത്തോടെ ശ്രുതിയുടെ ആ ഒരു എക്സൈറ്റ്മെന്റ് കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെ ശ്രുതി ഓരോ സോപ്പ് വെച്ച് നോക്കി അവസാനത്തെ സോപ്പ് എടുത്തിട്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എൻ്റെ കുട്ടികൃഷ്ണ ഇതിനകത്ത് കാണണേ എന്ന് പറഞ്ഞ് പൊട്ടിച്ച് നോക്കുമ്പോൾ ആ ഒരു വെള്ളി നാണയം, അത് ഒന്നല്ല 2 വെള്ളി നാണയം തറയെ വീണു. അപ്പോൾ സന്തോഷത്തോടെ ശ്രുതി അതെടുത്ത് നോക്കുകയും, ദൈവമേ കണ്ടോ, എല്ലാവരും കണ്ടോ, എൻ്റെ 2 വെള്ളി നാണയം കിട്ടി, ഞാൻ ഒരെണ്ണം പ്രതീക്ഷിച്ചു പക്ഷെ 2 എണ്ണം കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടുകയും പിന്നെ അഞ്ജലിയെ കെട്ടിപ്പിടിക്കുകയും രാമേട്ടനെ കൈപിടിച്ച് ചുറ്റി കറങ്ങുകയും അങ്ങനെ ഒരുപാട് സന്തോഷം. ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ആ ഒരു വെള്ളി നാണയം കിട്ടണമെന്ന്. അത് പെട്ടെന്ന് ഒന്നിന് പകരം 2 എണ്ണമായിട്ട് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ് ശ്രുതി അവിടെ എല്ലാം തുള്ളി ചാടിയത്. അങ്ങനെ അശ്വിനും ഒരുപാട് സന്തോഷം തോന്നി. അശ്വിനും ഇങ്ങനെ ശ്രുതി ഇങ്ങനെ ശ്രുതിയുടെ ആ ഒരു സന്തോഷത്തെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും അശ്വിൻ പെട്ടെന്ന് തന്നെ അശ്വിൻ മാറി, അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം അശ്വിൻ സന്തോഷിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും തൻ്റെ ആ ഒരു ദേഷ്യ സ്വഭാവം, ആ ഒരു മുഖം ദേഷ്യത്തോടെ മാറ്റിയതിന് ശേഷം ഇവിടെ എന്താ ശബ്ദം, ഇവിടെ എന്താ ഇത്ര തുള്ളിച്ചാടാനായിട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, കണ്ടോ മാഡം എനിക്കൊരു സംശയമുണ്ട്, കാരണം അവർ പറഞ്ഞത് 1 വെള്ളി നാണയം 20 സോപ്പ് വാങ്ങുമ്പോൾ 1 വെള്ളി നാണയം കിട്ടുമെന്നാണ്. എന്നാൽ ഇപ്പോൾ 2 എണ്ണം കിട്ടിയില്ലേ, അപ്പോൾ അവർക്ക് എന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ്, ഞാൻ ഇതെന്തായാലും കടയിൽ കൊണ്ട് തിരിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പോഴേ അശ്വിൻ ഓർത്തത്, കാരണം രാമേട്ടൻ ഈ ഒരു സോപ്പ് അശ്വിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു സോപ്പ് എടുത്തതിന് ശേഷം അതിനകത്ത് 2 വെള്ളി നാണയം ആരും കാണാതെ ആ സോപ്പിനകത്ത് 2 വെള്ളി നാണയം പതിച്ച് ആ ഒരു പേപ്പർ വീണ്ടും ഒട്ടിച്ച് വെച്ചത് അശ്വിനാണ്. അപ്പോൾ അശ്വിൻ ഓർത്തില്ല ഒരെണ്ണം ആണെന്ന്, അശ്വിൻ വിചാരിച്ചത് 2 എണ്ണം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ എന്നാൽ ഈ കടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അശ്വിൻ്റെ കള്ളി വെളിച്ചത്താകും എന്ന് പേടിച്ചുകൊണ്ട് അശ്വിൻ പറയുവാണ്, ഇവിടെ ജോലി ചെയ്യാൻ വന്നവർ ജോലി ചെയ്താൽ മതി, അല്ലാതെ എപ്പോഴും കടയിൽ പോയി സാധനങ്ങളൊന്നും വാങ്ങാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശ്വിൻ ദേഷ്യപ്പെടുകയും. അപ്പോൾ അഞ്ജലി ശ്രുതിയോട് പറയുന്നുണ്ട്, നീ ഇനിയിപ്പോൾ ഇതൊന്നും കൊണ്ട് കൊടുക്കാനായിട്ട് നിൽക്കണ്ട, നിനക്ക് എന്തായാലും കിട്ടിയതല്ലേ, നീ അത് വെച്ച് സന്തോഷപ്പെട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ ശ്രുതിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ശ്രുതിയുടെ സന്തോഷം കണ്ടിട്ട് അശ്വിനും ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ അവസാനം അവിടുത്തെ ആ ഒരു പൂജയ്ക്കും കാര്യങ്ങൾക്കുള്ള ആ ഒരു വിളക്കൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അഞ്ജലി വന്നിട്ട് രാമേട്ടൻ്റെ കാര്യം ചോദിക്കുകയും, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് സീരിയലായിട്ട് കുറച്ച് ഇങ്ങനെ കുരുങ്ങി കിടക്കുവാണ്, അത് അവിടെ ഒന്ന് ഫിറ്റ് ചെയ്യണം, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രാമേട്ടനെ അന്വേഷിക്കുന്നതെന്നും. എന്നാൽ വേണ്ട മാഡം, ഞാൻ തന്നെ അത് ശരിയാക്കിക്കോളാം, ഇനിയിപ്പോൾ രാമേട്ടൻ വന്നിട്ട് ഒരുപാട് ലേറ്റ് ആവുമെങ്കിലോ ഞാനത് ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അത് പോയി ആ ഒരു സീരിയലായിട്ട് കുരുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. അപ്പോൾ കുരുക്ക് മാറ്റും തോറും അത് വീണ്ടും വീണ്ടും കുരുക്കായിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം താൻ എടുത്തു വെച്ചതൊരു മുട്ടൻ പണിയാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ശ്രുതി വീണ്ടും വീണ്ടും അത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അശ്വിൻ പോകുന്ന സമയത്ത് അഞ്ജലി പറയുന്നത് ആ ഒരു സീരിയൽ ബൾബ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടോ എന്നും, എന്നാൽ അത് എന്തോ കംപ്ലൈന്റ് ആണ് എന്ന് ശ്രുതി പറഞ്ഞിരുന്നു, നീ അതൊന്ന് പോയി നോക്കാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശ്വിനോട് പറയുകയും, എന്നാൽ ആ ചേച്ചി ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ അശ്വിൻ ആ ഒരു സീരിയലായിട്ട് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷെ അശ്വിൻ്റെ പെട്ടെന്നുള്ള മാറ്റത്തിൽ മനോരമയ്ക്കും അഞ്ജലിക്കൊക്കെ ഒരു സന്തോഷം ഉണ്ട്. സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇലക്ട്രീഷ്യനെ വിളിച്ച് ഇത് ചോദിച്ചാൽ പോരെ, അല്ലെങ്കിൽ നോക്കിയാൽ പോരെ, ഞാൻ ഇനി ഇതിൻ്റെ പിറകെ നടക്കണോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്ന അശ്വിൻ ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറി എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ അത് അപ്പോൾ ആ ഒരു കാര്യം ഉൾക്കൊണ്ട് അത് അപ്പം തന്നെ ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നുണ്ടെന്നൊക്കെയുള്ള ഒരു സന്തോഷത്തിലാണ്. അങ്ങനെ അശ്വിൻ നേരെ റൂമിലോട്ട് ചെല്ലുന്ന സമയത്ത് ഒരു കാര്യം കണ്ടിട്ട് അശ്വിൻ ഒരുപാട് പൊട്ടിച്ചിരിച്ചു പോയി. കാരണം ആ ഒരു അശ്വിൻ ചെല്ലുന്ന സമയത്ത് ആ ഒരു സീരിയൽ ലൈറ്റ് എല്ലാം ശ്രുതി തൻ്റെ ദേഹത്തും എല്ലാം ചുറ്റി ഫുള്ള് കഴുത്തിൽ ആ ഒരു കുരുക്ക് മാറ്റുന്നതിൻ്റെ ഇടയിൽ കഴുത്തിൽ കൂടെയും കയ്യിൽ കൂടെയും കാലിൽ കൂടെയൊക്കെ വെച്ച് ആ കുരുക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ ഫുള്ളും ശ്രുതിയുടെ ദേഹം മുഴുവൻ സീരിയൽ ലൈറ്റാണ്. പിന്നെ ഇത് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതിൻ്റെ പ്ലഗ് ആ ഒരു ഇതിൽ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അശ്വിൻ ആ സ്വിച്ച് ഇട്ടപ്പോഴത്തേക്കും ശ്രുതിയുടെ ദേഹം ഫുള്ളും ലൈറ്റ് കൊണ്ട് ഇങ്ങനെ മിന്നി നിൽക്കുന്നത് അശ്വിൻ കണ്ടു. അങ്ങനെ അശ്വിൻ ആ ഒരു കാഴ്ച കണ്ടിട്ട് സന്തോഷത്തോടെ നിൽക്കുകയും പിന്നെ ശ്രുതിയുടെ ആ ഒരു ലൈറ്റ് ഓരോ സീരിയൽ ലൈറ്റും പതുക്കെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ശ്രുതിയുടെ കയ്യിൽ നിന്ന് പതുക്കെ മാറ്റുകയും അങ്ങനെ ദേഹത്ത് നിന്ന് പതുക്കെ ഓരോ സീരിയൽ ലൈറ്റായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയും ആ ഒരു നിമിഷം ശ്രുതിയുടെ നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടി ഇരിക്കുകയാണ്. അശ്വിൻ എപ്പോൾ ശ്രുതിയുടെ അടുത്ത് വന്നാലും പെട്ടെന്ന് നെഞ്ചിടിപ്പ് കൂടും. അതുമാത്രമല്ല ശ്രുതിയും അശ്വിനും ഇങ്ങനെ കണ്ണോട് നോക്കിക്കൊണ്ടിരിക്കുകയും പിന്നെ അവരുടെ പ്രണയം തമ്മിൽ കൈമാറുകയും അങ്ങനെ ഒരു നല്ല സന്തോഷത്തോടെ അവർ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മളെ കട്ടുറുമ്പ് പോലെ അഞ്ജലി വരികയും അഞ്ജലിയെ കണ്ടപ്പോൾ അവർ പേടിച്ചുപോയി. പിന്നെ അവസാനം ആ സീരിയൽ ലൈറ്റൊക്കെ എന്താ ഇവിടെ, അത് ചേച്ചി അവളുടെ ദേഹത്ത് ഫുള്ളും ഈ ഒരു സീരിയൽ ലൈറ്റ് എല്ലാം ചുറ്റിപ്പിണഞ്ഞിരിക്കുമായിരുന്നു, അത് ഞാൻ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അതാ സംഭവം എന്ന് പറയുകയും അങ്ങനെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇത് ചെയ്യണ്ട എന്ന്, ഇനിയിപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ ശ്രുതി അവിടുന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് കുറച്ച് സീരിയൽ ലൈറ്റ് ശ്രുതിയുടെ കഴുത്തിൽ കൂടെ കിടക്കുന്നുണ്ടായിരുന്നു, അത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ വീണ്ടും അത് ഷോക്ക് അടിക്കുന്നത് പോലെ ഇത് ശ്രുതി അയ്യോ ഇത് വീണ്ടും കുടുങ്ങി കിടക്കുവാണല്ലോ എന്നൊക്കെ പറയുകയും പിന്നെ പതുക്കെ അശ്വിൻ ആ ഒരു കെട്ടെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ശ്രുതിയുടെ മുഖത്ത് നോക്കുന്നില്ല, പകരം മുന്നോട്ട് നോക്കിയതിന് ശേഷം ഇങ്ങനെ സൈഡ് തിരിഞ്ഞിട്ടാണ് നോക്കാതെയാണ് അശ്വിൻ ആ ഒരു സീരിയൽ ലൈറ്റ് ഇങ്ങനെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ പതുക്കെ ശ്രുതിയുടെ മുഖത്തും തലയിലൊക്കെ ഇങ്ങനെ തലോടി അതൊക്കെ അവസാനം എടുത്ത് മാറ്റി. അങ്ങനെ അശ്വിനും ശ്രുതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച അഞ്ജലി കണ്ടിട്ട് അഞ്ജലിക്കും ചിരി വന്നു. പിന്നെ എന്താ ഇവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയും പിന്നെ പെട്ടെന്ന് ഞെട്ടിയിട്ട് അഞ്ജലി മാഡം ഞാൻ പോവാണ്, ഇനിയിപ്പോൾ ഇത് ജോലിയൊക്കെ ആയല്ലോ ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ആയി. അങ്ങനെ പിന്നെ അശ്വിനും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാണ്. എന്തായാലും
അശ്വിൻ്റെ ഈ ഒരു മാറ്റത്തിന് പൂർണ്ണ ഉത്തരവാദിത്തം ശ്രുതിക്കാണെന്ന് അഞ്ജലിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. അങ്ങനെ ആ ഒരു സന്തോഷം അഞ്ജലിയുടെ മനസ്സിലുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ശ്രുതി അവിടെ നിന്ന് തൻ്റെ വീട്ടിലോട്ട് പോവാണ്. തൻ്റെ വീട്ടിൽ ചെന്നതിന് ശേഷം അമ്മായിക്കും ആ ഒരു സിൽവർ കോയിൻ കൊടുത്തു. എന്നിട്ട് അവളുടെ സന്തോഷം പറയുന്ന സമയത്താണ് ശ്രുതിയുടെ സന്തോഷം ഇടുത്തിയായിട്ട് കെടുത്താൻ വേണ്ടിയിട്ട് ആ ഒരു തീരുമാനം പ്രമീളയും രാധയും കൂടി ചേർന്ന് പറഞ്ഞത്. ഇനി ഒരു സന്തോഷ വാർത്ത പറയാം. നിന്റെയും ഷ്യാമിന്റെ വിവാഹം ഞങ്ങൾ ഉറപ്പിച്ചു, ഉടനെ തന്നെ വിവാഹം എന്ന് പറഞ്ഞപ്പോൾ അത് ശ്രുതിക്ക് ഒരുപാട് ദേഷ്യം വന്നു. അപ്പോൾ ആരോട് ചോദിച്ചിട്ടാണ് ഈ വിവാഹം ഉറപ്പിച്ചത്? ഞാൻ നിങ്ങളോട് ആരോടും പറഞ്ഞില്ലല്ലോ. അതെന്താ, നിനക്ക് ഷ്യാമിനെ ഇഷ്ടമല്ലേ? എനിക്ക് ശ്യാം സാറിനെ ഇഷ്ടമാണ്, പക്ഷെ അതൊരു സുഹൃത്തായിട്ട് ഒരു ബഹുമാനം മാത്രമേ എനിക്കുള്ളൂ, അല്ലാതെ എനിക്ക് അയാളെ ഭർത്താവാക്കാമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എനിക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമില്ല എന്ന് പറയുകയും, എന്നാൽ സുഹൃത്തായിട്ടുള്ള ഷ്യാമിനെ ഭർത്താവായിട്ട് കാണാൻ അത്ര പാടൊന്നുമില്ല എന്ന് രാധ പറഞ്ഞുകൊണ്ട് ഷ്യാമിന്റെയും ശ്രുതിയുടെയും വിവാഹം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് അവരുടെ ഭാഗത്ത് നിന്ന് നടത്തുന്നത്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഈ ഒരു സമയത്താണ് അശ്വിനും ശ്രുതിയും കുറച്ചുകൂടി അടുത്തത്. അശ്വിൻ ശ്രുതിയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. എന്നാൽ പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു ശ്യാം ശ്രുതിയുടെ ജീവിതത്തിലോട്ട് കടന്നു വരികയും ഷ്യാമിന്റെയും ശ്രുതിയുടെയും വിവാഹം തമ്മിൽ ഉറപ്പിക്കുന്നതും. ഇനി ഈ വിവാഹം നടക്കുമോ ഇല്ലയോ, ഇനി സത്യങ്ങൾ പുറത്താകുമോ, അശ്വിൻ ഇനി എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.